ബസ്സില്ലെങ്കിൽ ഞാൻ ഒരു ടാക്സി പിടിച്ച് ഇവിടെ കൊണ്ടുവരും. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സ്ഥലത്തുള്ളവരൊക്കെ സമ്മതിക്കും, ഞങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥന ചില വ്യത്യാസമായിട്ടുള്ള പ്രാർത്ഥനയാണ്, അതിന് നിങ്ങളുടെ സ്ഥലത്തുള്ളവരൊക്കെ സമ്മതിക്കുമോ? അവർ ഒരുപക്ഷെ സമ്മതിച്ചില്ലെങ്കിലോ? ആരും ഒരു തടസ്സവും പറയുകയില്ല. അവിടുത്തെ ആ സ്ഥലത്തിന്റെ തലവൻ എന്റെ ഭർത്താവാണ്, അവരുടെ കുടുംബക്കാരാണ്. ഹല്ലേലൂയ. ദൈവം ആരെയാണ് സന്ദർശിക്കുന്നത് നോക്കിക്കൊള്ളു. ഞങ്ങൾ ഒരു തടസ്സവും പറയാൻ പറ്റിയില്ല. അവരുടെ നിർബന്ധ പ്രകാരം അന്ന് ടാക്സി വന്നു, ഞങ്ങൾ അവിടെ ചെന്നു, അവിടെ കൂട്ടം അണിയടിച്ചു. ആ ഗ്രാമത്തിലുള്ള എല്ലാവരോടും ഒന്നിച്ചു കൂട്ടി. ദൈവമക്കളെ, ദൈവം ഒരു ഗ്രാമത്തിൽ ഇത്രമാത്രം അത്ഭുതങ്ങൾ ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള അന്നാണ് ഞാൻ കണ്ടത്. തുടർന്ന് ഞങ്ങൾ ആ ഭാഗത്തേക്ക്, ആ സ്ഥലത്ത് പല പ്രാവശ്യം കടന്നുചെല്ലുകയുണ്ടായി. ഇന്നും അവിടെ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പലരെ ദൈവം ആ സ്ഥലത്ത് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഇന്നും അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, ദൈവം ഇങ്ങനെ പല കാര്യങ്ങളിൽ കൂടി പല അത്ഭുതങ്ങൾ ചെയ്ത്, ഞാൻ ഇന്ന് ചെങ്കടൽ ദൈവം വിഭജിച്ചു എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നു. കാടകൾ കൊണ്ട് ദൈവം തൻ്റെ ജനങ്ങളെ പോഷിച്ചു എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ആ ദൈവം അതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ ഇന്ന് ഒരു ദൈവ ശുശ്രൂഷകന്റെ, ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ദൈവം തയ്യാറാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന അത്ഭുതങ്ങൾ ദൈവം, ഞാൻ ജീവിക്കുന്ന ദൈവമാണെന്ന് കാണിച്ചെന്ന സംഭവങ്ങൾ കേട്ടാൽ നിങ്ങൾ കോരിത്തരിച്ചു പോകും. അധികമൊന്നും പറയുവാൻ ഞങ്ങൾക്ക് നേരമില്ല. ഞാൻ എൻ്റെ സാക്ഷ്യം സത്യത്തിൽ എങ്ങും പറയുന്നതല്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഒരു ദൈവ വിശ്വാസിയുടെ ജീവിതത്തിൽ ഇങ്ങനെ സാക്ഷികൾ നിരത്തേണ്ട കാര്യമില്ല. കാരണം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതെല്ലാം നടക്കും. ഞാൻ ഇതെല്ലാം നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ഇത്ര അത്ഭുതത്തോടെ കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട്, നിങ്ങൾ കേൾക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇനി ഒത്തിരി അത്ഭുതങ്ങൾ പറയുവാനുണ്ട്. നമ്മൾ ബൈബിളിൽ കാണുന്ന അതേ തരം എലിയാ പ്രവാചകന്റെ കാലത്ത്, എലിശാ പ്രവാചകന്റെ കാലത്ത് നടന്ന അതേ അത്ഭുതങ്ങൾ. ഒരു കൊച്ചു ഉദാഹരണം പറയും. എലിയാ പ്രവാചകൻ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഞങ്ങൾ പല പ്രാവശ്യം ജീവിക്കുവാൻ, ഞങ്ങൾക്ക് രാത്രി കിടക്കുവാൻ സ്ഥലമില്ലാതായിട്ടുണ്ട്. കിടക്കുവാൻ സ്ഥലമില്ലാന്ന് വെച്ചാൽ ഞങ്ങൾ കോൺവെന്റിനകത്ത് പുറത്തു വന്നു വെച്ചാൽ ഞങ്ങൾക്ക് വീടില്ല. ഇന്ന് വരെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ല. പല വലിയ തരം വീടുകൾ തരാൻ, സ്ഥലം തരുവാനൊക്കെ മുന്നു വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും സ്വീകരിച്ചുകൂടാ എന്ന് ദൈവം പറയുകയുണ്ടായി. ഞങ്ങളെ ഒരു സ്ഥലത്ത് സ്വന്തമാക്കാതെ, ഒരു സ്ഥലത്ത് കെട്ടിയിടാതെ ദൈവം ഇങ്ങനെ പല സ്ഥലത്ത് എവിടെ പോകാനും സന്നദ്ധരായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഒരു പ്രാവശ്യം ഒരു സ്ഥലത്ത്, ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത്, അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി പോകേണ്ട രാത്രിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, കിടക്കുവാൻ സ്ഥലമില്ല. അപ്പൊ ഞങ്ങളുടെ കൂടെയുള്ള മൂന്നാമത് വന്നിരിക്കുന്ന സിസ്റ്ററിന്റെ സ്വന്തം സഹോദരൻ ഒരു അച്ഛനാണ്. അച്ഛനാന്ന് ഞങ്ങളെ കാണുവാൻ ഒന്ന് കണ്ടിട്ട് അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഞങ്ങൾ ഏതെല്ലാം സ്ഥാനമാനങ്ങൾ എങ്ങനെ ഇരുന്നവരാണെന്ന് കണ്ടിട്ട് ഞങ്ങൾ ഇതായിരുന്നു ആരോട് പറയാല. അച്ഛൻ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് വന്ന് എൻ്റെ വീട്ടിൽ താമസിച്ചുകൊള്ളൂ. ഇനി നിങ്ങൾക്കൊരു കിടപ്പാടം കിട്ടുന്നവരെ നിങ്ങൾ എൻ്റെ സ്ഥലത്ത്, അത് ആര് ബിഷപ്പ് ഏതെന്ന് പറഞ്ഞാലും സാരമില്ല, നിങ്ങൾ സോമസമുട്ടയിൽ വന്ന് എൻ്റെ അടുത്ത് വന്ന് താമസിച്ചു കൊള്ളണം. അങ്ങനെ ഞങ്ങൾ അവിടെ താമസിക്കാൻ ചെയ്തു. ഞങ്ങൾക്കൊരു സങ്കടമില്ല, ഞങ്ങൾ സന്തോഷത്തോടെ തന്നെയായിരുന്നു. രാവിലെ അച്ഛൻ്റെ മേശയിൽ ഞങ്ങൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനാണ് പറഞ്ഞത്, നമ്മൾ ഏതെല്ലാം സ്ഥലത്ത് ജീവിച്ച് എവിടെയൊക്കെ പോയി കോൺവെന്റ് വിട്ടിറങ്ങി ഇന്ന് വരെ ഒരു നേരം പോലെ ആഹാരത്തിന് മുട്ടുണ്ടായിട്ടില്ല. ഇപ്പോഴും ആഹാരമുണ്ട്. കുറവുണ്ടെങ്കിൽ രാവിലെ എന്നും കോൺവെന്റിലുള്ള ആഹാരത്തിൽ ഒരു മുട്ടയുണ്ട് ഓരോ സിസ്റ്റേഴ്സിനും. ഇന്ന് ആ മുട്ട മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. ഞാൻ തമാശ പറയുകയായിരുന്നു. ദൈവമക്കളെ, അടുത്ത ദിവസം രാവിലെ ഞങ്ങൾക്ക് സഹായിക്കുന്ന ഒരു അമ്മയുണ്ടായിരുന്നു. ആ അമ്മ കോൺവെന്റിൽ ഞങ്ങളോട് ഉണ്ടായിരുന്നു. പുറത്തു വന്നു അമ്മ പറഞ്ഞു, സിസ്റ്റർ ഇന്ന് ഒരു കാക്ക ഒരു മുട്ട ഇവിടെ കൊണ്ടുവന്ന് വെച്ചു എൻ്റെ കണ്ണിന്റെ മുമ്പില്. അപ്പൊ ഞാൻ ഈ സംഭവമൊക്കെ മറന്നുപോയി. ഞങ്ങൾ തമാശ കൊണ്ട് തിരിച്ചോക്കെ. അപ്പൊ ഒരു കാക്ക എവിടെയെങ്കിലും മുട്ട കൊണ്ടുവന്ന് നോക്കിയോ? കാക്ക ഇവിടെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോലെ. ഞാൻ പറഞ്ഞു, എന്തുവായി പറയുന്ന, കാക്ക മുട്ട കൊണ്ടുവന്ന് വെച്ചാൽ? സിസ്റ്റർ, ഞാൻ കണ്ടതാ, കാക്ക ഇവിടെ കൊണ്ടുവന്ന് മുട്ട വായിൽ ഇങ്ങനെ ഒരു അണ്ടം കാക്ക ഒരു മുട്ട കൊണ്ടുവന്ന് അവിടെ വെച്ച് എൻ്റെ കണ്ണുമ്പിൽ വെച്ചുകൊണ്ട് പോയി. അപ്പൊ ഞങ്ങൾ പറഞ്ഞ് ചിരിക്കുകയുണ്ടായി. അടുത്ത ദിവസം രാവിലെ വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അക്ക പറഞ്ഞു, ദേ കാക്ക ദേ വീണ്ടും വരുന്നു, വരുമ്പോൾ ഞങ്ങൾ വിളിച്ചോണ്ട്. അതുപോലെ തന്നെ തലേദിവസം വന്ന കാക്കയാണെന്ന് എനിക്കറിയത്തില്ല, വായി ഇങ്ങനെ തുറന്ന് കവി പിടിച്ചുകൊണ്ട് ഒരു മുട്ട കൊണ്ടുവന്ന് ആ അടുക്കളയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചേച്ച് പോകുന്നു. ദൈവമക്കളെ, അപ്പോൾ പോലും എന്നെ കണ്ണ് തുറന്നില്ല. മൂന്നാമത്തെ ദിവസവും മുട്ട കൊണ്ടുവന്നു. മൂന്നാമത്തെ ദിവസം ആ മുട്ട പയ്യെ പൊട്ടിയിരുന്നു. അപ്പോഴും അക്ക എന്ത് ചെയ്യും, അക്കാന്ന് ഞങ്ങളെ വിളിക്കുന്ന അക്ക ആ മുട്ട പൊരിച്ച് ഞങ്ങൾക്ക് എടുത്തു വയ്ക്കും. മൂന്നാമത്തെ ദിവസം കർത്താവ് പ്രാർത്ഥന പറഞ്ഞു, മകളെ നീ പറഞ്ഞില്ലേ ഒരു മുട്ട മാത്രമേ ഞങ്ങൾക്ക് കുറവുള്ളൂ ഞങ്ങളുടെ ആഹാരത്തിൽ. ദൈവജനമേ, ഞാൻ കരഞ്ഞുപോയി. ഹല്ലേലൂയ. ഞാനൊരു മുട്ട ആഗ്രഹിച്ചിട്ടല്ല ചോദിച്ചത്. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും സ്വർഗത്തിലെ ദൈവം കേൾക്കുന്നു.
ഒരു സ്വന്തം കുഞ്ഞിന്റെ ഒരു കൊച്ചു അഭീഷ്ടം പോലെ ഇഷ്ടം പോലെ നിറവേറ്റുന്ന ഒരു നല്ല അമ്മയെ പോലെ, ഒരു നല്ല അപ്പനെ പോലെ തന്നെ വിശ്വസ്തമായി സേവിക്കുന്ന ദൈവജനങ്ങൾക്ക് ദൈവം സകലതും കൊടുക്കുവാൻ തയ്യാറാണ്, സകലതും കൊടുക്കുവാൻ തയ്യാറാണ്. ഒരു ദിവസം ഞങ്ങളുടെ കൂടെയുള്ള ഒരു സിസ്റ്റർ എണ്ണ തലയിൽ തേക്കാൻ എണ്ണ വാങ്ങിക്കാനായിട്ട് ഒരു കൊച്ചു കുപ്പി എടുത്തുകൊണ്ട് ഞങ്ങൾ പുറത്തു പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ ബാഗിലാണ് കുപ്പി, ആർക്കും അറിയത്തില്ല. തിരുവനന്തപുരം റോഡിൽ കൂടി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സഹോദരി നേരെ ഞങ്ങളുടെ ഓപ്പോസിറ്റായിട്ട് നടന്നു വന്നു ചോദിച്ചു, നിങ്ങൾ സൂക്ഷിച്ചു വന്നുകൊണ്ട് അടുത്ത് വന്ന് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഞങ്ങൾ കടയ്ക്ക് പോകുന്നു, വേറെ 2-3 വീടുകൾ പ്രാർത്ഥിക്കാൻ പോകണം. ഞങ്ങളിങ്ങനെ ഇവിടം വരെ പോകുകയാണ്. സിസ്റ്ററെ ദയവായിട്ട് എന്ന് പറഞ്ഞിട്ട് കയ്യിൽ ഒരു വയറ് ഒരു കൂടെയുണ്ട്, ഒരു ബാഗുണ്ട്. അതിനകത്തുനിന്ന് ഒരു ബോട്ടിലിങ് എടുത്തു. ഈ ഹോർലിക്സ് ബോട്ടിൽ, സാധാരണ ഹോർലിക്സ് ബോട്ടിലല്ല, ഏറ്റവും വലിയ തരം ഹോർലിക്സ് ബോട്ടിലോ, ആ ഹോർലിക്സ് ബോട്ടിൽ നിറച്ച് എണ്ണ. ഞങ്ങൾ വെച്ചത് എന്താണ്? ഇന്നലെ എൻ്റെ വീട്ടിലെ തേങ്ങ ആട്ടി എണ്ണ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ആർക്കെങ്കിലും കൊടുക്കണോ? ഒരു ദൈവദാസന്മാർക്ക്, ദൈവദാസൻ എന്നാണ് പറഞ്ഞത്, കൊടുക്കണോ ദൈവം തോന്നിച്ചു. ഞാനത് എടുത്തുകൊണ്ട് വരികയാണ്. ഇപ്പൊ ദൈവാത്മാവോട് പറയുന്നു അത് നിങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഞങ്ങളുടെ ബാഗിനകത്ത് ഒരു കുപ്പിയുണ്ട്, 100 മില്ലി അല്ലെങ്കിൽ ഒരു 50 വാങ്ങിക്കാനുള്ള അത്രയും അളവ് കൊള്ളുന്ന കുപ്പിയുള്ളൂ, അത്രയും കാശും ഞങ്ങളുടെ കയ്യിലുള്ളൂ. ദൈവം ഞങ്ങൾക്ക് ഇത്രയും വലിയ ബോട്ടിലെ എണ്ണ ആരോ എവിടെന്നോ കൊണ്ടുവന്ന് തരുന്ന എണ്ണ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് കയ്യിൽ വന്ന് തന്നു. മക്കളെ നിങ്ങൾ അവിടെ വരെ നടക്കണ്ട, ഇതാ എണ്ണ വെച്ചുകൊള്ളൂ. ആ സൗകര്യം ആരാണെന്ന് ഇന്ന് വരെ പോലും ഞങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല. ദൈവമക്കളെ, ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ നിരവധി. ഒരുപക്ഷെ വലിയ വലിയ സാക്ഷികൾ നിങ്ങൾ കേട്ട് കാണും. ഞാൻ കൊച്ചു സാക്ഷി പറയാണ്, കാരണം ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലെ ദൈവം അറിയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വെളിപ്പാടിന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാമത്തെ വാക്യത്തില് അവിടെ ആകാശ മേഘങ്ങളിൽ വരുന്നു, സകല കണ്ണുകളും അവിടത്തെ കാണും. ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കുവാനായിട്ട് നിങ്ങളുടെ കണ്ണുകൾ എത്ര സന്തോഷപൂർവ്വം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാണുമ്പോൾ എന്റെ ഹൃദയം സന്തോഷിക്കുന്നു. രാജാവായിട്ട് ആകാശവും ഭൂമിച്ച ദൈവം യേശുക്രിസ്തു വാനമേഘങ്ങളിൽ വരുമ്പോൾ ഈ ഭൂമിയിൽ കണ്ണുള്ള സകല കണ്ണുകളും, സകല മൃഗങ്ങളും, സകല മനുഷ്യരും അവിടുത്തെ കാണും. ദൈവമക്കളെ, അന്ന് നമ്മുടെ കണ്ണുകൾ എത്ര സന്തോഷത്തോടുകൂടെ അവിടുത്തെ ഉറ്റുനോക്കും. അതിൽ ഒരു ചിലർ മാറത്തടിച്ച് നിലവിളിക്കുന്നവർ ഉണ്ടായിരിക്കുമെന്ന്. ഇന്ന് ദൈവത്തെ കാണാത്തവർ, ജീവിക്കുന്ന ദൈവത്തെ ഈ വചനത്തിൽ കാണാത്തവർ, യേശുക്രിസ്തുവിന്റെ വചനം ഉറ്റുവായിക്കുവാൻ കണ്ണ് തുറക്കാത്തവർ, വിഗ്രഹങ്ങളുടെ പുറകെ, പാരമ്പര്യങ്ങളുടെ പുറകെ മനുഷ്യരെ പേടിച്ചുകൊണ്ട് അവിടെ ഇവിടെയുമായിട്ട് രക്ഷയിലേക്ക് നടന്നെടുക്കാതെ, പരിപൂർണ സത്യത്തിന്റെ രക്ഷയിൽ നിലനിൽക്കാതെ, ഒരുപക്ഷെ ഭയന്നുകൊണ്ട് പേടിച്ചുകൊണ്ട് നിൽക്കുന്നവർ അന്ന് ആകാശത്തേക്ക് ഉറ്റുനോക്കുവാൻ അവർക്ക് ലജ്ജ തോന്നും, അവർ ഭയചകിതരാകും. പക്ഷെ ഇന്ന് ദൈവത്തിന്റെ മൂലം നൃത്തമാടി ആരാധിച്ച് സത്യവചനത്തിന് വേണ്ടി തന്റെ പാരമ്പര്യങ്ങൾ, തന്റെ വിശ്വാസങ്ങൾ അത്രയും ത്യജിച്ചുകൊണ്ട് സത്യ ദൈവത്തിന്റെ രക്ഷ മാത്രം എനിക്ക് മതിയെന്ന് പറഞ്ഞുകൊണ്ട് അവിടത്തെ മാത്രം സങ്കേതമായി വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി അന്ന് ആകാശത്തേക്ക് ഉറ്റുനോക്കുമ്പോൾ എത്ര സന്തോഷമായിരിക്കും. എന്റെ രക്ഷയുടെ ദിവസം വന്നു, എന്റെ രക്ഷകൻ ഇതാ വന്നിരിക്കുന്നത് പറഞ്ഞുകൊണ്ട് ആകാശത്തേക്ക് പറന്ന് നമ്മള് മാഞ്ഞു മറിഞ്ഞ് ആകാശവാനത്തിലേക്ക് നമ്മൾ നടന്നു നീങ്ങും. ആ ദിവസം അടുത്തു വന്നിരിക്കുന്നു, ആ കാലങ്ങൾ അടുത്തു വന്നിരിക്കുന്നു. ഇനിയും കാലങ്ങളില്ല, നേരങ്ങളില്ല. ഈ രക്ഷയുടെ സന്ദേശം ദൈവമക്കളെ നിങ്ങളുടെ അടുത്തുള്ളവരോട്, നിങ്ങളുടെ ചുറ്റും ജീവിക്കുന്നവരോട്, പാരമ്പര്യത്തിൽ ഇന്നും ഉറച്ചു നിൽക്കുന്നവരോട്, കത്തോലിക്ക സഭയിലുള്ള സഹോദരന്മാരോട്, സഹോദരികളോട്, ഇനിയും യേശുക്രിസ്തുവിനെ അറിയാത്ത നിങ്ങളുടെ സഹോദരന്മാരുടെ സഹോദരിമാരോട്, നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നെങ്കിലും, നിങ്ങൾ പൈപ്പടിയിൽ നിൽക്കുകയാണെങ്കിലും, നിങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയോടും ദയവായിട്ട് പറയുക, കാലം ഇതാ സമീപമായി കഴിഞ്ഞു, രക്ഷകന്റെ വരവ് ഇതാഗതമായി കഴിഞ്ഞു, ഇനിയും നാളുകളില്ല. ഒരു വലിയ കൊയ്ത്ത് ഇന്ത്യയിൽ ദൈവം ഇതാ തുറന്നു വിട്ടിരിക്കുകയാണ്. ഒരു വലിയ കൊയ്ത്തിന്റെ ഉത്സവത്തിന്റെ ദിവസങ്ങളാണിത്. വയലിലേക്ക് നടന്നു നീങ്ങണമേ. അരിവാളുകളും എടുത്തുകൊണ്ട്, വചനമായ വാളുകളും എടുത്തുകൊണ്ട്, അരിവാൾ എടുത്തുകൊണ്ട് വയലിലേക്ക് നടന്നെടുക്കുക ദൈവജനമേ. കൊയ്ത്തിനുള്ള വയലുകൾ ഏറെയാണ്. 100 കോടി ജനമാണ് കൊയ്തെടുക്കപ്പെടേണ്ടവർ. 1-2 പേരല്ല, 100 കണക്കിനല്ല, 1000കണക്കല്ല, ലക്ഷക്കണക്കല്ല, കോടിക്കണക്കിന് ആളുകളാണ് യേശുക്രിസ്തുവിന്റെ വരവിങ്കലേക്ക് രക്ഷയുടെ സന്ദേശവും കാത്ത് കൊയ്ത്തിനായി വിളഞ്ഞു നിൽക്കുന്നത്. ദൈവജനമേ, കൈകളിൽ അരിവാളുകൾ നിങ്ങൾ എടുക്കുക.
കൊയ്ത്തിനായി നല്ലൊരു വിളവിലേക്ക് നിങ്ങൾ നടന്ന് നീങ്ങുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് നന്ദി പറയുകയാണ്.